വന്ന് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് പതുക്കെ അടുക്കളയിലോട്ട് കയറിയതാണ്. വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണമായിരുന്നു. അത് വാങ്ങിക്കാൻ പോയപ്പം കപ്പ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു കൊതി. കുറച്ച് വാങ്ങിച്ചിട്ട് വന്നു. ചെറിയ 2 കപ്പയെടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചേ. അത് വൃത്തിയാക്കാൻ നിന്നപ്പോഴത്തേക്ക് മോനുകുട്ടൻ വന്നതാണ് പച്ചക്കപ്പ തിന്നാൻ. തരില്ലാന്ന് ഞാൻ പറയാൻ പാടില്ല, കാരണം ഞാനും കഴിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ അമ്മയോട് പച്ചക്കപ്പ ചോദിച്ചാൽ അമ്മ തരത്തില്ല കേട്ടോ, വഴക്ക് പറയും. തരത്തില്ല, പച്ചക്കപ്പ തിന്നണ്ടാന്ന് പറയും. അതുപോലായിരുന്നു. തേങ്ങ തിരുമ്മുമ്പോൾ തേങ്ങാപ്പീര എടുക്കാൻ ചെന്നാലും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഓടിക്കും. അതിനെ ചുറ്റിപ്പറ്റി പല കള്ളക്കഥകളും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ കേട്ട് വേണ്ട വേണ്ട എന്നങ്ങ് വെക്കുകയും ചെയ്യും നമ്മൾ. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് അതൊന്നും പറഞ്ഞാൽ വിലപ്പോകത്തില്ല. അവർ പിന്നെ നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും. അതിന് ഉത്തരം പറയാൻ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തിനാ നമ്മളായിട്ട് നമ്മുടെ വില കളയുന്നത്? കപ്പയൊക്കെ പുഴുങ്ങി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇമ്മിണി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. എന്നാലും ഒരു കാന്താരി ചമ്മന്തി കൂട്ടണമെന്ന് തോന്നിയത് കൊണ്ട് മുറ്റത്ത് പോയി ഒരു 3-4 കാന്താരിയൊക്കെ കിട്ടിയതൊക്കെ കൊണ്ട് ചുവന്നുള്ളിയൊക്കെ ചേർത്തൊരു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുത്ത് ഇവിടെ ഉള്ള സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ രാവിലെ കുറച്ച് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. അതൊക്കെ അരച്ച് വെക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയ സ്ഥിതിക്ക് ഇനി അത് കഴിക്കുന്നിടം വരെ ഒരു സമാധാനമില്ല. അതുകൊണ്ട് അത്താഴം വിളമ്പി കപ്പയും മീൻകറിയും കാന്താരി ചമ്മന്തിയും മോര് കറിയും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കട്ടെ.